بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അന്നാസിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നില്ല. അതിനു പകരം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പം വായിച്ചത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ തഫ്സീർ നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ ചുരുക്കിയിട്ടുള്ളതും വളരെ ലളിതമായതുമാണ്. അതുകൊണ്ട് അതിന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വായിച്ചതൊന്ന് ഓർമ്മയിൽ വരും, കഴിഞ്ഞ തഫ്സീറിൽ വായിച്ചത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വഹാദിഹി സൂറ, ഈ സൂറത്ത് മുഷ്തമിലത്തുൻ അലൽ ഇസ്തിആദ ബിറബ്ബിൻ നാസ് വമാലികിഹിം വഇലാഹിഹിം. ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നു ഇസ്തിആദ. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ തേടൽ, അള്ളാഹുവിനോട് കാവൽ തേടൽ. ബിറബ്ബിൻ നാസ്, ആരോടാണ് കാവൽ തേടുന്നത്? ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബായ, മനുഷ്യരുടെ റബ്ബായ അള്ളാഹുവിനോട്. വമാലികിഹിം, അവരുടെ ഉടമസ്ഥനായ, അവരുടെ രാജാതിരാജനായ. വഇലാഹിഹിം, അവരുടെ ആരാധനകൾക്കർഹനായ ഇലാഹായ അള്ളാഹുവിനോട് രക്ഷ തേടുന്ന ഇസ്തിആദ ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നു. ആരിൽ നിന്നാണ് രക്ഷ തേടുന്നത്? മിനശ്ശൈത്വാനില്ലദീ ഹുവ അസ്ലു ശുറൂരി കുല്ലിഹാ വമാദ്ദതുഹാ, പിശാചിൽ നിന്നാണ് രക്ഷ തേടുന്നത്. ആരാണ് ശൈത്താൻ? എല്ലാ ഷർറിന്റെയും അസ്ൽ അവനാണ്, അടിസ്ഥാനം അവനാണ്. അതിന്റെ എല്ലാം കാരണം പിശാചാണ്. അല്ലദീ മിൻ ഫിത്നതിഹി വശർരിഹി അന്നഹു യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അവന്റെ ഫിത്നയിൽപ്പെട്ടതാണ്, അവന്റെ ഷർറിൽപ്പെട്ടതാണ്, അവന്റെ കെടുതിയിൽപ്പെട്ടതാണ്, അവന്റെ ഉപദ്രവത്തിൽപ്പെട്ടതാണ്. യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ നെഞ്ചകങ്ങളിൽ അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു എന്നത്. ഫയുഹ്സിനു ലഹുമുശ് ശർ, വസ്വാസ് ഉണ്ടാക്കിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഷർറിനെ അവർക്ക് നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്നു. ഷർറായ കാര്യം അവർക്ക് നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്നു. വയുരീഹിം ഇയ്യാഹു ഫീ സൂറത്തിൻ ഹസന, ഷർറിനെ അവർക്ക് നല്ലൊരു രൂപത്തിൽ കാണിച്ചു കൊടുക്കുന്നു. ഷർറിന് പലതും പൊതിഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. അത് ഷർറെങ്ങനെ ആകാം, ഇത് നല്ലതല്ലേ എന്ന് അതിനെ ബാത്തിലായ കാര്യങ്ങളിൽ, നമ്മളെ മയക്കിക്കളയുന്ന കാര്യങ്ങളിൽ അവൻ കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് അവൻ ഗറൂർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വിളിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് ഈ ലോകം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിനെ കുറിച്ച് ഗറൂർ, പരമവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫർ ഖാല ഇന്നി ബരീഉ മിൻക ഇന്നി അഖാഫുല്ലാഹ്. ശൈത്താനെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, അവൻ മനുഷ്യനോട് ഇക്ഫുർ, നീ കാഫിറാവുക എന്ന് പറഞ്ഞു. അവൻ കാഫിറായപ്പോൾ അവൻ പറയാണ് ഇന്നി ബരീഉ മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാകുകയാണ്. പരലോകത്ത് അവനെ പിൻപറ്റിയ ആളുകളിൽ നിന്ന് ഒഴിവാകും. എല്ലാ ഷർറിന്റെ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഇസ് തബറഅ അല്ലദീന തുബഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഇസ് തബറഅ അല്ലദീന തുബഉ മിനല്ലദീന തബഉ, ഇത്തിബാഅ് ചെയ്യപ്പെട്ട ആളുകൾ, നേതാക്കന്മാർ, മിനല്ലദീന തബഉ, അവരുടെ അനുയായികളെ വിട്ടൊഴിയുന്ന നാൾ, ഖിയാമത്ത് നാൾ. വറഅഉൽ അദാബ്, അവർ ശിക്ഷ കാണുന്ന നാൾ. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്ന നാൾ. വഖാല അല്ലദീന തബഉ, എന്നിട്ട് ഈ അനുയായികൾ പറയും, ദുനിയാവിലെ അനുയായികൾ പറയും, ലൗ അന്ന ലനാ കറതൻ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ, ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകാനുള്ള അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, അവർ ഞങ്ങളിൽ നിന്ന് ഈ ഒഴിവായില്ലേ, ഇതുപോലെ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ അവരിൽ നിന്നും ഒഴിഞ്ഞേനെ, അവരെ പിൻപറ്റാതിരുന്നേനെ.
കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനൻ നാർ. അല്ലാഹു പറഞ്ഞു, അങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു അവർക്ക് ഖേദകരമായി നഷ്ടമായി തോന്നിപ്പിച്ചു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കും. ചെയ്തു പോയല്ലോ, വെറുതെ അങ്ങനെ ചെയ്തു പോയി എന്നവർക്ക് തോന്നിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരുടെ അനുഭവം അങ്ങനെ അല്ലാഹു ആക്കി തീർക്കും. അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അവർ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഞാൻ ഈ മനുഷ്യൻ എന്റെ ഖലീലായി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലു യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന അർ-റസൂല ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല. അവർ പരലോകത്ത് വെച്ച് ഞങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും വലിയ വലിയ ആളുകളെയൊക്കെ അനുസരിച്ചിരുന്നില്ലെങ്കിൽ അവരാണ് ഞങ്ങൾ അനുസരിച്ചു പോയത് എന്നവർ വിലപിക്കുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പിശാച് മനുഷ്യന് വസ്വാസുണ്ടാക്കി ഷർറിനെ ഖൈറാക്കി നല്ല രൂപത്തിൽ കാണിച്ചു കൊടുക്കും. വയുൻഷിതു ഇറാദതഹും ലിഫിഅലിഹി, അത് ചെയ്യാൻ അവർക്ക് ഉന്മേഷമുണ്ടാക്കി കൊടുക്കും. അത് ചെയ്യാൻ, ഷർറ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. മാത്രമല്ല വയുഖബ്ബിഹു ലഹുമുൽ ഖൈർ വയുസബ്ബിതുഹും അൻ, ഷർറ് നന്മയായി കാണിച്ചു കൊടുക്കുമെങ്കിൽ നന്മയെ എന്താക്കി കാണിച്ചു കൊടുക്കും, ഷർറാക്കി കാണിച്ചു കൊടുക്കും. നല്ല കാര്യം മോശമായി കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരതിൽ നിന്ന് അകറ്റും. വയുരീഹിം ഇയ്യാഹു ഫീ സൂറത്തിൻ ഗൈറ സൂറത്തിഹി, അവർക്കത് അങ്ങേയറ്റം മോശമാക്കി, അതിനെ വിരൂപമാക്കി, അതിനെ കോലം കെടുത്തി കാണിച്ചു കൊടുക്കും. അതിനതിന്റേതല്ലാത്ത രൂപത്തിൽ കാണിച്ചു കൊടുക്കും. വഹുവ ദായിമൻ ബിഹാദിഹിൽ ഹാൽ യുവസ്വിസ് വയഖ്നിസ്, അവൻ എല്ലാ അവസ്ഥയിലും ഇങ്ങനെ ആയിരിക്കും, വസ്വാസ് ഉണ്ടാക്കും, പിന്മാറിക്കളയും. ഐ യതഅഖർ ഇദാ ദക്കറൽ അബ്ദു റബ്ബഹ വസ്തആന അലാ ദഫഇഹി, എപ്പോഴാണ് മാറിക്കളയുന്നത്, അടിമ അവന്റെ റബ്ബിനെ ഓർത്താൽ, ഇവന്റെ ഷർറിൽ നിന്ന് റബ്ബിനോട് സഹായം തേടിയാൽ, അപ്പൊ എന്ത് ചെയ്യും, മാറിക്കളയും. അവന്റെ ഖന്നാസ് എന്ന സ്വഭാവം അവൻ കാണിക്കും. ഫയംബഗി ലഹു, അതുകൊണ്ട് ഒരു അടിമക്ക് നിർബന്ധമാണ് അയസ്തഈന വയസ്തഈദ വയഅതസിം ബിറുബൂബിയത്തില്ലാഹി ലിന്നാസി കുല്ലിഹിം, അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് രക്ഷ തേടൽ, ഈ പിശാചിൽ നിന്ന് കാവലിനെ തേടൽ, അവനിൽ നിന്ന് സുരക്ഷിതമായ മാർഗം ഇസ്മത്ത്, അല്ലാഹുവിൽ നിന്നുള്ള ഇസ്മത്ത് സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കൽ, ഇസ്മത്തുള്ള സംരക്ഷണം, ഇതൊരു അടിമക്ക് അനിവാര്യമാണ്. വഅന്നൽ ഖൽഖ കുല്ലുഹും ദാഖിലൂന തഹ്ത റുബൂബിയത്തി വൽ മുൽക്ക്, അല്ലാഹുവിന്റെ ഈ കാണുന്ന പടപ്പുകളെല്ലാം അല്ലാഹുവിന്റെ റുബൂബിയത്തിന്റെ കീഴിലാണ്, അല്ലാഹുവിന്റെ മുൽക്കിന് കീഴിലാണ്, അവന്റെ ആധിപത്യത്തിന് കീഴിലാണ്. അവൻ റബ്ബല്ലാത്ത ആരുമില്ലല്ലോ, എല്ലാവരുടെയും റബ്ബാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവനല്ലാത്ത എല്ലാത്തിന്റെയും റബ്ബാണ് അവൻ. ഫകുല്ലു ദാബത്തിൻ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, അല്ലാഹു പറഞ്ഞല്ലോ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. അതുപോലെ അല്ലാഹു പറഞ്ഞതാണ്, ഭൂമിയിൽ ഒരു ദാബത്തുമില്ല, ഒരു ജന്തുവുമില്ല, അതിന്റെ മൂർദാവ് അള്ളാഹുവിന്റെ കയ്യിലായിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോവശമുണ്ടായാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയിലുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, ഒരടിമയുടെ മകനാണ്, ഒരടിയാത്തിയുടെ മകനാണ്, എന്റെ മൂർദാവ് അല്ലാഹുവേ നിന്റെ കയ്യിലാണ്. അല്ലാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാ ജന്തുക്കളുടെയും മൂർദാവ് അല്ലാഹുവിന്റെ കയ്യിലാണുള്ളത്. റുബൂബിയത്ത് കൊണ്ട് മാത്രമല്ല നമ്മൾ രക്ഷ തേടുന്നത്, അത് പറഞ്ഞിട്ട് മാത്രമല്ല, പിന്നെയോ ഇലാഹിന്നാസ് എന്ന് കൂടി പറഞ്ഞിട്ടാണ്. അള്ളാഹുവിന്റെ ഉലൂഹിയത്താണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഉലൂഹിയത്ത് കൊണ്ടും രക്ഷ തേടുന്നു, അത് പറഞ്ഞിട്ടും രക്ഷ തേടുന്നു അള്ളാഹുവിനോട്. അല്ലത്തി ഖലഖഹും ലിഅജ്ലിഹാ, ഈ അള്ളാഹുവിനെ ആരാധിക്കുക, അതാണല്ലോ ഉലൂഹിയത്ത്. അതിനുവേണ്ടിയാണ് പടപ്പുകളെ മുഴുവൻ അള്ളാഹു പടച്ചിട്ടുള്ളത് തന്നെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ലെന്ന് അള്ളാഹു പറഞ്ഞു. തൗഹീദുൽ ഉലൂഹിയാന്ന് കേട്ടിട്ടില്ല, അതിന്റെ വേറൊരു പേര് തൗഹീദുൽ ഇബാദ എന്നാണ്. ഇബാദത്തിലെ തൗഹീദ്, അള്ളാഹുവിനെ മാത്രമാക്കുക. അപ്പൊ അതിനുവേണ്ടിയാണ് അള്ളാഹു എല്ലാവരെയും പഠിച്ചിട്ടുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ റുബൂബിയത്തും അവന്റെ ഉലൂഹിയത്തും എടുത്തു പറഞ്ഞവനോട് ഈ സൂറത്തിൽ രക്ഷ തേടുന്നു. ഫലാ തതിമ്മു ലഹും ഇല്ലാ ബിദഫഇ ശർരി അദുവിഹിം, ഈ ഉലൂഹിയത്ത് നമുക്ക് പൂർത്തിയാകണമെങ്കിൽ, ഉലൂഹിയത്തിലുള്ള തൗഹീദ് നമുക്ക് പൂർത്തിയാകണമെങ്കിൽ
ഈ പിശാചിൽ നിന്നുള്ള ഷർറിൽ നിന്ന്, പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടാതെ നടക്കുകയില്ല. ഇത് നടക്കൂല. നമ്മൾ എന്തിനാണ് അള്ളാഹു പഠിച്ച അള്ളാഹുവിനെ ആരാധിക്കുക? അത് നേർക്ക് നേരെ ചെയ്യണമെങ്കിൽ ഇവന്റെ ഷർറിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലദീ യുരീദു അൻ യഖ്തതിഅഹും അൻഹാ വയുഹവ്വില ബൈനഹും വബൈനഹാ. ശൈത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? നമുക്ക് നമ്മുടെ ഇബാദത്ത് മുറിച്ചു കളയാൻ, അതുപോലെ ഇബാദത്തിനും നമുക്കുമിടയിൽ മറയിടാൻ. ഒരു യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ സമയം ചെലവഴിച്ച് അവസാനം നമ്മൾ ഖേദിക്കുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പറഞ്ഞു, മാ മിൻ സഅത്തിൻ തമുറു ബിഇബ്നി ആദം ലാ യദ്കുറുല്ലാഹ തആല ഫീഹാ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒരു നേരവും കടന്നു പോകുന്നില്ല. ലാ യദ്കുറുല്ലാഹ തആല ഫീഹാ, അല്ലാഹുവിനെ ഓർക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ, ആ നിമിഷത്തെ ഓർത്ത് നമ്മൾ പരലോകത്ത് ഖേദിക്കാതിരിക്കുകയില്ല. ഒരു നിമിഷം അല്ലാഹുവിനെ ഓർക്കാതെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ. പണ്ഡിതന്മാരതാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയി പുറത്തേക്ക് വരുമ്പോൾ ഗുഫ്രാനക് എന്ന് പറയുന്നതിനുള്ള ഒരു കാരണമായി പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? അന്നഹു കാന മംനൂഅൻ മിന ദിക്ർ, അയാൾക്ക് അവിടെ ദിക്ർ പാടില്ല. ടോയ്ലറ്റിൽ നിന്ന് അല്ലാഹുവിനെ ഓർക്കാൻ പാടില്ലല്ലോ. അപ്പൊ അല്ലാഹുവേ, നിന്നെ ഓർക്കാതെ പോയ ആ നിമിഷങ്ങൾക്ക് ഗുഫ്രാനക്, നീ പുറത്തു തരണേ. അത് ഈ ഗുഫ്രാനക് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്തായി പല പണ്ഡിതന്മാരെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് നമ്മളെ മറയിട്ട് കളയും ശൈത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ദുന്യ കുല്ലുഹാ മൽഊന മൽഊന മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹ് വമാ വാലാ ഔ ആലിം ഔ മുതഅല്ലിം. റസൂലുള്ളാഹി പറയുകയാണ്, ദുനിയാവ് മുഴുവൻ ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹ്, ദിക്റുല്ലാഹ് ഒഴികെ, അല്ലാഹുവിനുള്ള സ്മരണ ഒഴികെ. വമാ വാലാ, അതിനോട് യോജിച്ചതൊഴികെ, അതുമായി ബന്ധമുള്ളതൊഴികെ. ബിസ്മില്ലാ എന്നതിന്റെ ശ്രേഷ്ഠതയായി ഈ ഹദീസ് ഉലമാക്കൾ ഉദ്ധരിക്കാറുണ്ട്. ബിസ്മില്ലാ എന്ന് പറയാതെ തുടങ്ങിയാൽ ആ മലഊനത്തിൽ പെടും, ശപിക്കപ്പെട്ട ദുനിയാവിൽ പെട്ടുപോകുമെന്ന്. ബിസ്മില്ലാ പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ദിക്റുമായി അത് ബന്ധപ്പെട്ടല്ലോ. ഒമാ വാല എന്ന് പറഞ്ഞതിൽ അത് പെട്ടു. അല്ലെങ്കിൽ ഒരു ആലിമിനെ, അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിച്ചിട്ടുള്ള ഒരു ആലിം, അയാൾ ഒരിക്കലും മലഊനല്ല, ശപിക്കപ്പെട്ട. ഔ മുതഅല്ലിം, അല്ലെങ്കിൽ വിദ്യാർത്ഥി, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. ശറഈയായ ഇൽമ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയാണ് ഇതൊക്കെ. ഇങ്ങനെ ഇബാദത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും, ദുനിയാവിൽ നമ്മളെ അവൻ മുഴുകിപ്പിക്കും. വയുരീദു അൻ യജഅലഹും മിൻ ഹിസ്ബിഹി, പിന്നെ പിശാച് ഉദ്ദേശിക്കുന്നു എന്താണ്? നമ്മൾ അവന്റെ ഹിസ്ബിൽ പെടാൻ, അവന്റെ സൈന്യത്തിൽ, അവന്റെ പാർട്ടിയിൽ നമ്മൾ പെടാൻ. അള്ളാഹുവിന്റെ പാർട്ടിയുമുണ്ട്, ശൈത്താന്റെ പാർട്ടിയുമുണ്ട്. ഹിസ്ബു ശൈത്താൻ, ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിന്റെ സൈന്യം, അള്ളാഹുവിന്റെ കക്ഷി, ശൈത്താന്റെ കക്ഷി. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. അവനവന്റെ ഹിസ്ബിനെ ക്ഷണിക്കുന്നത് നരകത്തിലേക്ക് മാത്രമാണ്, വേറെ എവിടേക്കുമല്ല. അള്ളാഹു ക്ഷണിക്കുന്നത് എവിടത്തേക്കാണ്? സ്വർഗത്തിലേക്കാണ്. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നു സമാധാനത്തിന്റെ ദാറിലേക്ക്, ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. ശൈത്താൻ ക്ഷണിക്കുന്നു അവന്റെ ഹിസ്ബിനെ ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവർ സഈറിന്റെ ആളുകളാവാൻ, സഈർ എന്ന നരകത്തിന്റെ ആളുകളാകാൻ. വൽ വസ്വാസു കമാ യകൂനു മിനൽ ജിൻ യകൂനു മിനൽ ഇൻസ്, വസ്വാസ് ശൈത്താനിൽ നിന്നുണ്ടാകും, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചിൽ നിന്ന് ഉണ്ടാകും എന്നതുപോലെ ആരിൽ നിന്നുണ്ടാകും? മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചിൽ നിന്നും ഉണ്ടാകും. വലിഹാദാ ഖാൽ മിനൽ ജിന്നതി വന്നാസ്, ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിനൽ ജിന്നതി വന്നാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ സൂറത്തിന് നൽകിയിട്ടുള്ള തഫ്സീർ. വളരെ ചുരുങ്ങിയ എന്നാൽ ഉൾക്കൊള്ളുന്ന ഒരു തഫ്സീറാണ്. ഇനി നമ്മൾ ഇബ്നു കസീറിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതിന്റെ ബാക്കി കുറച്ച് വായിക്കുകയാണ്. വഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ വാക്ക്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഖന്നാസ്. ഹൽ യഖ്തസു ഹാദാ ബിബനി ആദം കമാ ഹുവ അല്ലാഹിർ, ഇത് ഫീ സുദൂരിന്നാസ്, നാസിന്റെ ഹൃദയങ്ങളിൽ എന്ന് പറഞ്ഞത് മനുഷ്യർ മാത്രമാണോ? അതാണല്ലോ ലാഹിറായി നമുക്ക് മനസ്സിലാകുന്നത്. നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, അങ്ങനെയാണോ? ഔ യഉമ്മു ബനി ആദം വൽ ജിൻ, അതല്ല ജിന്നുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? അതായത് ജിന്നുകളുടെ ഹൃദയങ്ങളിലും ശൈത്താന്മാര് വസ്വാസ് ഉണ്ടാക്കുമോ
എന്നാണോ പെടുന്നത്? ഫീഹി ഖൗലാൻ, അതിൽ രണ്ടഭിപ്രായമുണ്ട്. വയകൂനൂന ഖദ് ദഖലൂ ഫീ ലഫ്ളിൻ നാസ് തഗ്ലീബൻ, സാധാരണ നിലക്ക് ഈ നാസിൽ നാസ് എന്ന് പറഞ്ഞാൽ അവിടെ ജിന്നുകളെയും ഉദ്ദേശിക്കാം. വഖാല ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാഹു തആല പറയുകയുണ്ടായി, വലിയ മുഫസ്സിറാണ്, മുൻഗാമികളിൽപ്പെട്ട മുഫസ്സിറാണ്. وقد استعمل فيهم الرجال من الجن فلا بدع في اطلاق الناس عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ കുറിച്ച് റിജാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാർക്ക് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് റിജാൽ. റജുലുൻ എന്നതിന്റെ ബഹുവചനമാണ് റിജാൽ. റജുൽ എന്ന് പറഞ്ഞ ഒരാൾ, റിജാൽ ആളുകൾ. ഏത് സൂറത്തിൽ അല്ലാഹു ജിന്നുകളെയും റിജാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ ജിൻ അല്ല. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മനുഷ്യരിലെ ചില റിജാൽ ജിന്നുകളിലെ ചില റിജാലിനോട് രക്ഷ തേടുന്നു, അങ്ങനെ അതവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. അല്ലാഹു റിജാൽ എന്ന് പ്രയോഗിച്ചിട്ടുള്ളതുപോലെ നാസ് എന്ന് ആർക്കും പ്രയോഗിക്കാൻ വേണമെങ്കിൽ ജിന്നുകൾക്കും പ്രയോഗിക്കാം. അപ്പൊ അങ്ങനെയും അഭിപ്രായം. അപ്പൊ രണ്ടാമത്തെ ആയത്ത് അങ്ങനെയാവും. മിനൽ ജിന്നത്തി വന്നാസ്, അവസാനം പറഞ്ഞ ആയത്തുണ്ടല്ലോ മിനൽ ജിന്നത്തി വന്നാസ് എന്നുള്ളത്, അവിടത്തേക്കായിരിക്കും മടങ്ങുന്നത്. എവിടത്തേക്ക്? ആർക്കാണോ വസ്വാസ് ഉണ്ടാകപ്പെടുന്നത് അവരിലേക്ക്, ജിന്നുകൾക്കും മനുഷ്യർക്കും. മിനൽ ജിന്നത്തി വന്നാസ്, അത് ചിലർ ഏതിലേക്ക് മടക്കി പറഞ്ഞു? വസ്വാസ് ഉണ്ടാക്കുന്നവരിലേക്ക് മടക്കി പറഞ്ഞു. മിനൽ ജിന്നത്തി വന്ന, ഇതൊന്നും വ്യത്യസ്തമായ വിരുദ്ധമായ അഭിപ്രായങ്ങളല്ല ഒരിക്കലും, മറിച്ചെല്ലാം കൂടി യോജിക്കുന്ന അഭിപ്രായങ്ങളാണ്. ശരിയായ അഭിപ്രായം, കൂടുതൽ ആശയം വ്യക്തമാക്കി തരുന്ന അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായല്ലോ? അങ്ങനെ ആണ് തഫ്സീർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് ഇദ്ദേഹം ആ വിഷയം എടുത്തു പറഞ്ഞു. വഖീൽ ഖൗലുഹു മിനൽ ജിന്നത്തി വന്നാസ് തഫ്സീറുൻ ലില്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിൻ. ഈ പറഞ്ഞ സഅദി പറഞ്ഞ വിശേഷണവും വന്നിട്ടുണ്ട്. ആരാണോ വസ്വാസ് ഉണ്ടാക്കുന്നത് അതിന്റെ വിശദീകരണം എന്നോണവും ഈ ആയത്തിനെ പറയപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ? സൂറത്തു അൽ-അൻആമിലെ 112 ആയത്ത് പോലെ. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا. സൂറത്തു അൽ-അൻആമിലെ എത്രാമത്തെ ആയത്താ? 112 ആയത്ത്. وَكَذَلِكَ جَعَلْنَا, അപ്രകാരം നാം ഏർപ്പെടുത്തിയിരിക്കുന്നു, ലികുല്ലി നബിയിൻ, എല്ലാ നബിമാർക്കും, അദുവൻ, ശത്രുക്കൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് ശത്രുക്കൾ? നബിമാരുടെ ശത്രുക്കൾ ശയാത്തീനൽ ഇൻസി വൽ ജിൻ, ഇൻസിലും ജിന്നുകളിൽപ്പെട്ട ശൈത്താൻമാർ. ആദ്യം അല്ലാഹു പറഞ്ഞത് ആരെ? ഇൻസിനെ. ശയാത്തീനൽ ഇൻസി വൽ ജിൻ യൂഹി ബഅദുഹും ഇലാ ബഅദിൻ, അവരിൽ ചിലർക്ക് വഹി നൽകുന്നു, അങ്ങോട്ടിങ്ങോട്ടും. മനുഷ്യരുടെ ശൈത്താൻ അങ്ങോട്ടും, ജിന്നിലെ ശൈത്താൻ ഇങ്ങോട്ടും. സുഖ്റുഫൽ ഖൗലി ഗുറൂറ, വഞ്ചനയുടെ അലങ്കാര വർത്തമാനങ്ങൾ, അങ്ങോട്ടിങ്ങോട്ടും വഞ്ചിക്കുകയാണ്. മനസ്സിലായല്ലോ? സാഹിർ, സിഹിർ ചെയ്യുന്ന ആളുകൾ, അവൻ ഇങ്ങനെ ശൈത്താന് വേണ്ടുന്ന പല വൃത്തികെട്ട പ്രവർത്തനങ്ങളും ചെയ്യുന്നു. ശൈത്താൻ അവന് ചില്ലറ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അവനെയും ഒരു തരത്തിലുള്ള വഞ്ചനയാണത്. എല്ലാ കാലത്തും ഇവനെ കീഴ്പ്പെടുവോ? ഇല്ല. അവസാനം ഇവരെ തന്നെ വട്ടം ചുറ്റിക്കും, അല്ലെ? സാഹിറന്മാർ പലരും തലക്ക് വെളിവില്ലാതെ പിന്നെ അവസാന കാലത്ത് നടന്ന പല അനുഭവങ്ങൾ മാറൂഫ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവസാനം അവനിങ്ങനെ ഒരു പ്രത്യേക ഹാലിൽ നടക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ. കാരണം ഇത് ആരോഗ്യ കളിക്കുന്നത് ശൈത്താനാണ്. ഇവൻ കാണുന്നില്ല, അവനെ കാണാത്തൊരുവനെ വിശ്വസിച്ച് അവന്റെ പിന്നാലെ നടക്കുകയാണ്. അവർക്ക് അല്ലാഹുവിന് പകരം കിട്ടിയ ആളുകൾ എത്ര മോശമാണ്. ബിഅ്സലിൽ ളാലിമീന ബദല, ആ വാലിമുകൾക്ക്, അക്രമികൾക്ക് അള്ളാഹുവിന് പുറമെ പകരം കിട്ടിയത് എത്ര മോശ ആളുകളാണ്. അള്ളാഹുവിന് പകരം ഈ ശൈത്താന്മാരെ പിന്നാലെ പോയാൽ അവസാനം അങ്ങനെയായിരിക്കും അവസ്ഥ. ഇനി ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. വറവ അഹ്മദ് അൻ ഇബ്നു അബ്ബാസ് ഖാൽ ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഉഹദിസു നഫ്സി ബിശൈഇ, എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ എനിക്കിങ്ങനെ തോന്നുകയാണ്, എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നു. ലഅൻ അഖിറ മിനസ് സമാഇ അഹബ്ബു ഇലയ്യ മിൻ അൻ അതകല്ലമ ബിഹി, ഇതാ ഞാൻ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു പോകുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ആ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നാവ് കൊണ്ട് പറയുന്നതിനേക്കാളും
അത്രയും വൃത്തികെട്ട കുഫറിന്റെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്റെ മനസ്സിലിങ്ങനെ ചിലപ്പോ തോന്നുകയാണ്. ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാനത് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? ആകാശത്ത് നിന്ന് ഞാൻ താഴെ വീണു പോകുന്നതാണ്. ഇങ്ങനെ അനുഭവങ്ങൾ എനിക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നു. നമുക്കുണ്ടാവും അങ്ങനത്തെ ചില അനുഭവങ്ങൾ. ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. വളരെ വൃത്തികെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ വരിക. അങ്ങനെ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. قال فقال النبي صلى الله عليه وسلم الله أكبر الله أكبر الحمد لله الذي رد كيده إلى الوسوسة. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യം പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും ഒക്കെ പറയാറുണ്ടായിരുന്ന വാക്കാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. അല്ലദീ, ഏതൊരുവനാണോ റദ്ദ കൈദഹു ഇലൽ വസ്വസ, ആ ശൈത്താന്റെ കെയ്ദ്, അവന്റെ കുതന്ത്രം വസ്വാസ് എന്ന നിലയിലേക്ക് തള്ളിയ, വസ്വാസ് മാത്രമാക്കി തീർത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. ശൈത്താൻ അത് വിജയിച്ചില്ല. ഇദ്ദേഹം ഒരിക്കലും അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ വസ്വാസായി കടന്നു. വസ്വാസ് എന്ന നിലയിലേക്ക് അവന്റെ കുതന്ത്രത്തെ തള്ളിയ അള്ളാഹുവിനാകുന്നു സ്തുതി. ഇത് സഹീഹായ ഹദീസാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീർ ഞാൻ ചുരുക്കി വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീർ ഒന്നുകൂടി വിസ്തൃതമായ തഫ്സീറാണ്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി വായിക്കുന്നില്ല. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വായിക്കാം. വസ്വസതുഹു, ശൈത്താന്റെ വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ ദുആഉ ലിതാഅതിഹി ബികലാമിൻ ഖഫിയ്യിൻ. ശൈത്താന്റെ വസ്വാസ് എന്ന് പറഞ്ഞാൽ ഹുവ ദുആ ലിതാഅതിഹി, അവന്റെ ഒരു ക്ഷണമാണ്. നമ്മളവൻ ക്ഷണിക്കാൻ. എന്തിന്? ലിതാഅതിഹി, അവനനുസരിക്കാൻ. ബികലാമിൻ ഖഫിയ്യിൻ, വളരെ ഗോപ്യമായ, വളരെ ചെറിയ ശബ്ദത്തിലുള്ള സ്വരത്തിലൂടെ, സംസാരത്തിലൂടെ അവന്റെ ക്ഷണമാണത് വസ്വാസ് എന്ന് പറഞ്ഞാൽ. യസ്ലു മഫ്ഹൂമഹു ഇലൽ ഖൽബ് മിൻ ഗൈരി സിമാഇ സൗത്തിൻ. ഇത്ര നല്ല വിശദീകരണമാണ്. യസ്ലു മഫ്ഹൂമഹു ഇലൽ ഖൽബ്, അതിന്റെ ആകത്തുക എന്താണോ പറഞ്ഞതിന്റെ ആശയം എന്നത് നമ്മുടെ കൽബിലെത്തും. പക്ഷേ മിൻ ഗൈരി സിമാഇ സൗത്തിൻ, പറഞ്ഞ ആളുടെ ശബ്ദം കേൾക്കാതെ. അതല്ലേ ഉസ്താദ്? ഇത്ര നല്ല വിശദീകരണമാണ്. ഒരാളിങ്ങനെ വന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സംശയിക്കാലോ, അല്ലെ? ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാവൂലേ, ആരാ ശൈത്താനല്ലാതെ വേറെ ആരും ഇപ്പൊ എനിക്ക് വന്നത് ഇങ്ങനത്തെ കാര്യം പറഞ്ഞുതരാൻ. പക്ഷെ ഇതെങ്ങനെയാണ് തോന്നുന്നത്? ആ കാര്യം നമ്മുടെ കൽബിൽ പറയും, പക്ഷെ പറഞ്ഞ ആളുടെ ശബ്ദമൊന്നും കേൾക്കൂല. അതിന് മഫ്ഹൂം, ആശയം കൽബിൽ വന്ന് കൽബിലെത്തും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കുതന്ത്രമാണ് അവന്റേത്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് വസ്വസ എന്നതിന് നാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്. ഖാല അൽ ഹസൻ, ഇമാം ഹസനുൽ ബസരി പറഞ്ഞതായി അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഏതായത്തിനാണ്? മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞല്ലോ. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശൈത്താൻ. ഹസൻ പറഞ്ഞു ഹുമാ ശൈത്താനാൻ, രണ്ട് നിലക്കുള്ള പിശാചുക്കളാണ്, ശൈത്താന്മാരാണ്. സൂറത്തുന്നാസ് എടുക്കുമ്പോൾ കുറെ ആളുകൾക്ക് ഉറക്കം വരുന്നല്ലോ എനിക്ക് തോന്നുന്നുണ്ട്. ഫാത്തിഹ എന്ന് പറയുമ്പോ, അല്ല മുമ്പ് തഫ്സീറുകളൊന്നും പറയുമ്പോ ഇല്ലാത്ത ഒരു ഉറക്കം ഓട്ടുക കുറെ ആളുകൾ. നഊദു ബില്ലാഹ്, ശൈത്താന്റെ കളിയായിരിക്കും. ശൈത്താനെ പറ്റി പറയുമ്പോ ഇങ്ങനെ അള്ളാഹിന്റെ ദിക്റിനിടയിൽ ഉറക്കം വരുന്നത് ശൈത്താനിൽ നിന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതാണ്, സലഫുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ദിക്റിനിടയിൽ നമുക്ക് ഉറക്കം വരുന്നത് ആരിൽ നിന്നാണ്? ശൈത്താൻ. നമ്മൾ ദിക്റ് വരുമ്പോ പെട്ടെന്ന് ഉറക്കം വരും, ഖുർആൻ വരുമ്പോ പെട്ടെന്ന് ഉറക്കം. അത് ആരിൽ നിന്നാണ്? ശൈത്താനിൽ നിന്നാണ്. മുൻഗാമികൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ നേരത്തെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ദുനിയാവിന്റെ വർത്താനം പറഞ്ഞൊക്കെ ഉറക്കം പമ്പ കിടക്കും. ശൈത്താനിൽ നിന്നാണ്. ഹുമാ ശൈത്താനാൻ, രണ്ട് നിലക്കുള്ള ശൈത്താനാണ്. അമ്മാ ശയാത്തീനുൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ശൈത്താൻമാർ ഫയുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യരുടെ കൽബിലാണ് വസ്വാസ് ഉണ്ടാക്കുന്നത്. വഅമ്മാ ശൈത്താനുൽ ഇൻസ്, മനുഷ്യരിലെ ശൈത്താൻമാർ ഫയഅതി അലാനിയ, അവൻ പരസ്യമായി വന്നിട്ട് സംസാരിക്കും. കൽബിലിട്ട് വന്നിട്ട് പോകാൻ സാധിക്കൂലല്ലോ. പരസ്യമായി വന്നിട്ട് ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഷർറ് പറഞ്ഞു തരും. ചില ആളുകൾ അത് വളരെ മനോഹരമായി പറഞ്ഞ് ഷർറിലേക്ക് കൊണ്ടുതിരിക്കും. വൃത്തികെട്ട കൂട്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലി,
അൽ മർഉ അലാ ദീനി ഖലീൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അൽ മർഉ ഖലീലിഹി. അൽ മർഉ ഒരു മനുഷ്യൻ അലാ ദീനി ഖലീലിഹി അവന്റെ ഖലീലിന്റെ മതത്തിലാണ്. ഖലീൽ ഒറ്റ കൂട്ടുകാരൻ, ഖലീൽ വളരെ അടുത്ത കൂട്ടുകാരനാണ്. അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് ഒരു മനുഷ്യൻ. കൂട്ടുകാരൻ എന്താണോ അവന്റെ ദീൻ, കൂട്ടുകാരൻ ഇവനും അങ്ങനെ തന്നെ ആയിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ആരുമായിട്ടാണ് അവൻ കൂട്ടുകൂടുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സുന്ദരമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ജലീസുസു, ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം ആരെ പോലെയാണ്? ഒരു കൊല്ലനെ പോലെ. കൊല്ലന്റെ ആലയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഒന്നിക്കൽ അവന്റെ തീപ്പൊരി പാറി നിന്റെ വസ്ത്രത്തിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ തട്ടി കരിഞ്ഞു പോകും, അല്ലെങ്കിൽ പുക ശ്വസിക്കേണ്ടി വരും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്തുണ്ടാവും? ഒരു ദുർഗന്ധം അവിടെ നിന്ന് നിനക്കുണ്ടാകും. ഇനി നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം ആരെ പോലെയാണ്? അത്തറ് വിൽപ്പനക്കാരനെ പോലെയാണ്. പൈസ കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ അയാൾ വെറുതെ തരും, അല്ലെങ്കിൽ ഒന്ന് പരത്തി തരും. ഇനി ഒന്നുമില്ലെങ്കിലും അവിടെ നിന്നാൽ നല്ല സുഗന്ധമെങ്കിലും ആസ്വദിക്കാം. ഇതാണ് നല്ല കൂട്ടുകാരുടെ ഉദാഹരണം. എന്തെങ്കിലും അവന്റെ അടുത്തുനിന്ന് കിട്ടും. മോശം കൂട്ടുകാരുടെ അടുത്ത് നിന്നാലും എന്തെങ്കിലും അങ്ങോട്ട് കിട്ടും. ഷർറാണ് നമുക്ക് പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ളത്, അല്ലെ? ഖൈറ് പകരാൻ സാധ്യത കുറവാണ്, ഷർറ് പകരാൻ സാധ്യത കൂടുതലാണ്. ഫിത്നകൾ നിറഞ്ഞ തഖ്വ അത്രയൊന്നും ഇല്ലാത്ത നമ്മളെ പോലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും. വൃത്തിയായിട്ട കൂട്ടുകാരുടെ ഇങ്ങനെ കൂടിയാൽ അവൻ നന്നാവുന്നതിനേക്കാളും വേഗത്തിൽ നമ്മൾ മോശമാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലല്ലോ? അലാനിയ, മനുഷ്യരിൽപ്പെട്ട അങ്ങനെയുള്ള ആളുകൾ അവർ പരസ്യമായി വരും. ഖാല ഖത്താദ, അതുപോലെ ഖത്താദയും പറഞ്ഞിരിക്കുന്നു, താബിഈ, ഇന്ന മിനൽ ജിന്നി ശയാത്തീൻ വ ഇന്ന മിനൽ ഇൻസി ശയാത്തീൻ. മനുഷ്യരിലും ശൈത്താന്മാരുണ്ട്, ജിന്നുകളിലും ശൈത്താന്മാരുണ്ട്. ഫതഅവ്വസ് ബില്ലാഹി മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിൻ. അതുകൊണ്ട് നീ അല്ലാഹുവിനോട് രക്ഷ തേടുക ജിന്നുകളിലെ ശൈത്താന്മാരിൽ നിന്നും മനുഷ്യരിലെ ശൈത്താന്മാരിൽ നിന്നും. രണ്ടിൽ നിന്നും നമ്മളെ കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരുമില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ളതാണ്. عن أبي هريرة رضي الله عنه قال النبي صلى الله عليه وسلم إن الله عز وجل تجاوز لأمتي. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും അല്ലാഹു തജാവസ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു, അവരെ ഒഴിവാക്കിയിരിക്കുന്നു, അവരെ ശിക്ഷിക്കുകയില്ല. എന്ത് കാര്യത്തിനാണ്? അമ്മ ഹദ്ദസത് ബിഹി അൻഫുസുഹാ, അവരുടെ മനസ്സവരോട് മന്ത്രിച്ച കാര്യത്തിന്, മനസ്സിൽ തോന്നിയ കാര്യത്തിന് ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്യില്ല? ശിക്ഷിക്കുകയില്ല. മാലം തഅമൽ, പക്ഷെ നിബന്ധനയുണ്ട്. എന്താണ് മാലം തഅമൽ? പ്രവർത്തിക്കാൻ പാടില്ല. ഔ തകല്ലമ ബി, അല്ലെങ്കിൽ അത് സംസാരിക്കാൻ പാടില്ല. ഒരു മോശം വർത്താനം അത് പറയണത് ചീത്ത കൊടുക്കണം തോന്നി മനസ്സിൽ, അല്ലെങ്കിൽ മനസ്സിൽ അവനെ കുറിച്ചൊരു തെറിയമ്മ മനസ്സിൽ വന്നു, അതിന് അള്ളാഹു ശിക്ഷിക്കുകയില്ല. പക്ഷെ അതെന്ത് ചെയ്യാൻ പാടില്ല? നാവോട്ട് പറയാൻ പാടില്ല. മനസ്സിൽ ഒരാൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി, അതിന് അള്ളാഹു ശിക്ഷിക്കുകയില്ല. പക്ഷെ പ്രവർത്തിച്ചാലോ ചെയ്താലോ അള്ളാഹു ശിക്ഷിക്കും. ആരുദ്ധരിച്ചതാണ്? ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇത്രയാണ് ഈ സൂറത്തിന്റെ തഫ്സീർ ചുരുക്കി നമുക്ക് പറയാനുള്ളത്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഓതി നമുക്കിത് അവസാനത്തേക്ക് അടുത്ത സൂറത്ത് എടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس
മിനൽ ജിന്നതി വന്നാസ്